ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരണം നൽകി. ചങ്ങരകുളം കാരുണ്യ ഹാളിൽ നടന്ന ചടങ്ങിൽ വെച്ച് PCWF ഭാരവാഹികൾ ജനപ്രതിനിധികളെ ഷാൾ അണിയിച്ചു. ഗ്ലോബൽ പ്രസിഡന്റ് CS പൊന്നാനി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മുന്നോക്കം അവരെ കൊണ്ടുവരാൻ വേണ്ടി സമ്പത്താണ് പ്രശ്നമുണ്ടാക്കുന്നതെങ്കിൽ അതിന് PCWF അവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. ആരോഗ്യ മേഖലയിൽ ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ മേഖല പറഞ്ഞു, തൊഴിൽ മേഖല. സാധാരണഗതിയിൽ ചാരിറ്റി സംഘടനകളൊക്കെ ചെയ്യാറുള്ള എന്താ, നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ട വീടുണ്ടെങ്കിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുക ആ വീടിലായിരിക്കും. കാരണം എല്ലാവരുടെയും സമ്പത്ത് കുമിഞ്ഞു കൂടുക അവിടത്തേക്കായിരിക്കും. ആ വാർഡിലെ വീട്ടിലേക്കാണ് എല്ലാവരും ശ്രദ്ധ പതിയുക. നമ്മള് കിറ്റ് കൊടുക്കുകയാണെങ്കിലും ധനസഹായം കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു വീട്ടുകാരെ മാത്രമായിരിക്കും. ദരിദ്രരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ ശ്രദ്ധിക്കാൻ ആളുണ്ട്. സാമ്പത്തികമായി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ജീവിതത്തിനനുസരിച്ച് മെച്ചപ്പെട്ട ജീവിതം പുലർത്തി മുന്നോട്ട് പോകും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു മധ്യവർത്തി സമൂഹമുണ്ട്. ഗ്ലോബൽ ട്രഷറർ അഡാട്ട് വാസുദേവൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VV മുഹമ്മദ് അഷ്റഫ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആസിയ ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് സുബൈർ ഉദിനിപ്പറമ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫവാസ് മാളിയക്കൽ എന്നിവർ സംസാരിച്ചു. ഗ്ലോബൽ വർക്കിംഗ് പ്രസിഡന്റ് P കോയക്കുട്ടി മാസ്റ്റർ, വനിതാ കേന്ദ്ര കമ്മിറ്റി ഉപദേശക സമിതി അംഗം MP അംബിക കുമാരി ടീച്ചർ, പഞ്ചായത്ത് വനിതാ വിംഗ് പ്രസിഡന്റ് സുജിത സുനിൽ, സെക്രട്ടറി റാഫിദ, ഖജാൻജി ഷീജ, PK അബ്ദുള്ളക്കുട്ടി, TV മുഹമ്മദ് അബ്ദുറഹ്മാൻ, റഷീദ് ഒതളൂർ, സലീം കോക്കൂർ തുടങ്ങിയവർ ജനപ്രതിനിധികളെ ഷാൾ അണിയിച്ചു. അബ്ദു കിഴിക്കര സ്വാഗതവും MT ഷെരീഫ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു.